രാജ്യസ്നേഹവും ദേശഭക്തിയും ഉണർത്തുന്ന ഭാരത് മാതാ പൂജ കൊല്ലം അമൃതപുരിയിൽ നടന്നു. അമൃത വിശ്വവിദ്യാപീഠം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജനനി ജന്മഭൂമി എന്ന തീം സോങ്ങിന്റെ ലോഞ്ചിങ്ങും ദേശസ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലായി നിരവധി വിദ്യാർത്ഥികളും വിശിഷ്ടാതിഥികളും ഭാരത് മാതാ പൂജയിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ ആയുധിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭാരത് മാതാ പൂജ അമൃത വിശ്വവിദ്യാപീഠം എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ബാലകൃഷ്ണ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലയിലും ഭാരതം അതിവേഗം വിജയം കൈവരിക്കുന്നതായും രാജ്യത്തിന്റെ സാംസ്കാരികതയും ആത്മീയതയും ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. Different countries are looking at us, and the reason they are looking at us differently is all of a sudden India started developing much faster than before. Operation Sindoor showed that we can stand on our own and thrash anybody who tries to mess with us. ഭാരത് മാതാ പൂജയിൽ CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് സി കണ്ണൻ മുഖ്യാതിഥിയായി. കശ്മീർ, കന്യാകുമാരി, അമൃതപുരി എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് ഐക്യബോധമുണർത്തി അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൈമാറി. ഒന്നിച്ച് പ്രതിജ്ഞയെടുത്ത ശേഷം രാജ്യത്തെ സൈനിക വിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകി. So now specifically I'll delve into CRPF since I am from that force. It is the largest CRPF among the 7. We have around 3.5 strong force and we are mandated with the law and order as mentioned earlier. ചടങ്ങിൽ ജനനി ജന്മഭൂമി എന്ന തീം സോങ്ങിന്റെ ലോഞ്ചിംഗ് ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ നിർവഹിച്ചു. The great historical struggle and the sacrifices that our ancestors have given to defend this nation, to keep it free and to continue this journey of a civilization for more than 5,000 years. അമൃത ടെക്നോളജീസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വിനോദ് കിഴക്കേപ്പാട്ട് രചനയും സംഗീതവും ചെയ്ത ഗാനം ഭാരതത്തിലെ യുവജനതയ്ക്ക് പ്രചോദനം നൽകുന്നതാണ്. ജനനി ധർമ്മഭൂമി, ജനനി ധർമ്മഭൂമി, ജനനി ജ്ഞാനഭൂമി, ജനനി ജന്മഭൂമി. അമൃതപുരി അന്നപൂർണേശ്വരി ഹാളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക പരിപാടികളും ഭാരത് മാതാ ആരതിയും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം.